നമസ്കാരം. അംബേദ്കർ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിച്ചതോടെ നാടകീയ രംഗങ്ങൾക്കാണ് പാർലമെന്റ് വളപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് BJP എംപിമാർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒഡീഷയിൽ നിന്നുള്ള MP പ്രതാപ് സാരംഗി, UPയിൽ നിന്നുള്ള മുകേഷ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരെ. പ്രതാപ് സാരംഗിയുടെ തലയിൽ ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയിട്ടതാണ് ഇവരെയെന്നാണ് BJP ആരോപിക്കുന്നത്. പരിക്കേറ്റ് താഴെയിരുന്ന പ്രതാപ് സാരംഗിയുടെ അടുത്തേക്ക് രാഹുൽ എത്തിയപ്പോൾ BJP എംപിമാരുമായി ചൂടേറിയ വാഗ്വാദമുണ്ടായി. സാരംഗിക്ക് സമീപത്തിരുന്ന BJP MP നിഷികാന്ത് ദുബൈ രൂക്ഷമായ ഭാഷയിലാണ് രാഹുലിനെ നേരിട്ടത്. നിങ്ങൾക്ക് നാണമില്ലേ രാഹുൽ? നിങ്ങളത് തെമ്മാടിത്തരമാണ് കാണിച്ചത്. ഒരു വയോധികനെയല്ലേ നിങ്ങൾ പിടിച്ചു തള്ളിയതെന്ന് ദുബൈ ചോദിച്ചു. അദ്ദേഹം തന്നെ തള്ളിയെന്ന് രാഹുൽ മറുപടി പറഞ്ഞു. സാരംഗിയെ ഒന്ന് നോക്കിയ ശേഷം രാഹുൽ തിരിഞ്ഞു നടക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഒരു MPയെ തള്ളിയിട്ടു. അയാൾ എൻ്റെ മേൽ വീണു. എനിക്ക് പരിക്കേറ്റു എന്നായിരുന്നു സാരംഗി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാർലമെന്റ് വളപ്പിൽ അരങ്ങേറിയ സംഭവങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ BJP പരാതി നൽകുകയും ചെയ്തു. രാഹുൽ ഗാന്ധി കാരണം രണ്ട് MPമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അനുരാഗ് ഠാക്കൂർ വിവരിച്ചു. സെക്ഷൻ 109, 115, 117, 121, 125, 351 വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയതെന്നും ഠാക്കൂർ വ്യക്തമാക്കി. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് BJP പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണെന്നും രാഹുൽ ഗാന്ധി MPമാരെ കയ്യേറ്റം ചെയ്തെന്നും അനുരാഗ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടു. അതേസമയം ലോക്സഭയിൽ ഇന്ന് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ലോക്സഭാ അധ്യക്ഷ ഡയസിൽ കയറിയടക്കം പ്രതിഷേധിച്ചിരുന്നു. രാജ്യസഭയും ഇന്ന് ബഹളമയമായി. രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് വനിതാ MP രാജ്യസഭയിൽ പറഞ്ഞതോടെ വൻ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രാഹുൽ അകാരണമായി തട്ടിക്കയറിയെന്നാണ് നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP ഫാങ്നോൻ കൊന്യാക് പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിൻ്റേതെന്നും ഫാങ്നോൻ കൊന്യാക് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുണ്ടയെ പോലെ പെരുമാറിയെന്നും MPമാരെ കയ്യേറ്റം ചെയ്തുവെന്നും മന്ത്രി കിരൺ റിജിജുവും ആരോപിച്ചു. അതിനിടെ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ച് പ്രിയങ്ക ഗാന്ധി MP രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. BJP MPമാരാണ് രാഹുലിനെ കയ്യേറ്റം ചെയ്തതെന്ന് പ്രിയങ്ക പറഞ്ഞു. ഇതിനിടെ BJP MPമാർ തന്നെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്ത് വന്നിരുന്നു. BJP MPമാർ തന്നെ തള്ളി, താൻ നിലത്ത് വീണു. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ എൻ്റെ കാലുകൾക്ക് ഇത് പരിക്ക് വരുത്തിയെന്ന് ഖാർഗെ സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു. ചൊവ്വാഴ്ച രാജ്യസഭയിലെ ചർച്ചയിൽ നടത്തിയ അംബേദ്കറെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പാർട്ടി MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിച്ചത്. BJP MPമാർ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു. കോണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്ന തന്റെ മേലേക്ക് രാഹുൽ മറ്റൊരു MPയെ തള്ളിയിടുകയായിരുന്നുവെന്നാണ് പ്രതാപ് സാരംഗി പറഞ്ഞത്. എന്നാൽ BJP MPമാരാണ് തന്നെ തടയാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. ഞാൻ പാർലമെന്റിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. BJP MPമാർ എന്നെ തടയാൻ ശ്രമിച്ചു. ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾക്ക് പാർലമെന്റിനകത്തേക്ക് കയറാൻ അവകാശമുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു.